എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 99ഉം 100ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഭഗവാന്റെ വിവാഹത്തിനുള്ള ഒരുക്കമാണ്. രുക്മിണി അതിനായിട്ട് വിവാഹത്തിന് തൊട്ടു മുമ്പേ കുലദേവതയായിട്ടുള്ള ശ്രീപാർവതി ദേവിയെ തൊഴാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അതാണ് കഴിഞ്ഞ ദിവസം വർണ്ണിച്ച് നിർത്തിയത്. ആ ഒരു വർണ്ണന ഇതിലും തുടരുകയാണ്. നമുക്ക് ആദ്യം 99ാമത്തെ ശ്ലോകം നോക്കാം. സുവർണകാന്തി സുഭടായുധാനാം സാ തത്ര തേജഃ പടലാന്തരസ്ഥ പ്രകാശമാനാ നവമേഘമധ്യേ തടില്ലതേവാധികമാബഭാസേ. ആദ്യം പദച്ഛേദം പറയാം. സുവർണകാന്തി സുഭടായുധാനാം സാ തത്ര തേജഃ പടലാന്തരസ്ഥ പ്രകാശമാന നവമേഘമധ്യേ തടില്ലത ഇവ അധികം ആബഭാസേ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഉപമാലങ്കാരം വെച്ചിട്ടുള്ള വർണ്ണനയാണ് വരുന്നത്. നല്ല സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം. രുക്മിണി ദേവിയെ ഒരു ഇടിമിന്നൽ പോലെ തടില്ലതയായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യണത്. നമുക്ക് അന്വയത്തിലേക്ക് അർത്ഥത്തിലേക്കൊക്കെ കടക്കാം. തത്ര സാ സുവർണകാന്തി. എന്താ ഭംഗി ആ വാക്കിൻ്റെയൊക്കെ. സുവർണകാന്തി എന്നൊക്കെ പറയുമ്പോൾ സ്വർണത്തിൻ്റെ തേജസ്സോടുകൂടിയ ആ രുക്മിണി ദേവി. തത്ര സാ സുവർണകാന്തി. ആ സ്വർണകാന്തിയായിട്ടുള്ള അത്രയ്ക്കും സ്വർണത്തിൻ്റെ അത്രയ്ക്ക് തിളങ്ങി നിൽക്കുന്ന തേജസ്സോടുകൂടിയ ആ രുക്മിണി. സുഭടായുധാനാം തേജഃ പടലാന്തരസ്ഥ. എവിടെയാണ് രുക്മിണി നിന്നിരുന്നത്? സ്വർണത്തിൻ്റെ നിറമുള്ളതായ രുക്മിണി ഭടന്മാരുടെ നടുക്കാണ് നിൽക്കുന്നത്. അതാണ് സുഭടായുധാനാം തേജഃ പടലാന്തരസ്ഥ. നല്ല ആയുധങ്ങൾ, നല്ല മൂർച്ചയുള്ള കട്ടിയുള്ള കഠിനമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഭടന്മാരുടെ മധ്യത്തിൽ. സുഭടായുധാനാം തേജഃ പടലം. ആയുധം ധരിച്ച ഭടന്മാരുടെ തേജസ്സിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവൾ. അതാണ് തേജഃ പടല അന്തരസ്ഥ. തേജഃ പടലം എന്ന് പറഞ്ഞാൽ തേജസ്സിൻ്റെ കൂട്ടം. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവളായിട്ടുള്ള ആ രുക്മിണി ദേവി. ആ ദേവി എങ്ങനെയാണ് ശോഭിച്ചത്? നവമേഘമധ്യേ പ്രകാശമാന തടില്ലതേവ അധികം ആബഭാസേ. നവമേഘമധ്യേ. നവമേഘം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കറുത്തിരുണ്ട മേഘം, മഴക്കാറ് നിറഞ്ഞ ഒരവസ്ഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇരുണ്ട കറുത്ത മേഘങ്ങളിങ്ങനെ പരന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നവമേഘമധ്യേ പ്രകാശമാന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം, ഇടയ്ക്ക് കാണാല്ലാണ്ടാവും. അത് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. പ്രകാശമാന തടില്ലത ഇവ. തടില്ലത തന്വി എന്നൊക്കെ പറയും സംസ്കൃതത്തിൽ. ഇടിമിന്നൽ പോലെയുള്ളൊരു പെൺകുട്ടി. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇടിമിന്നൽ അതൊരു ചെറിയ വളരെ വീതി കുറഞ്ഞ ഒരു വര പോലെയാണ് ഇടിമിന്നൽ കാണുക. അതിന് വലിയ വീതിയൊന്നും ഉണ്ടാവില്ല, വണ്ണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന് ഭയങ്കര തേജസ്സാണ്. പ്രത്യേകിച്ച് അതിൻ്റെ തേജസ് ഈ ഇരുണ്ട മേഘങ്ങൾക്ക് ഇടയ്ക്കാവുമ്പോൾ കൂടുതൽ കാണുകയും ചെയ്യും. അല്ലാതെ വെറുതെ നിൽക്കുമ്പോൾ ഇടിമിന്നലിൻ്റെ ഒരു തേജസ് ശോഭ അത്ര കാണില്ല. ഈ കറുത്തിരുണ്ട കാർമേഘത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇടിമിന്നലിൻ്റെ ശോഭ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വർണ്ണിക്കുന്നത്. ഈ കറുത്തിരുണ്ട കാർമേഘത്തിൻ്റെ നടുക്ക് ശോഭിക്കുന്നതായ ഇടിമിന്നൽ കൊടി പോലെ തടില്ലത ഇവ അധികം ആബഭാസെ. ഒന്നുകൂടി ശോഭിച്ചു. സാധാരണഗതിയിൽ നല്ല ശോഭയുണ്ട്, എന്നാൽ അതിൽ കൂടുതലൊരു ശോഭ ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തോന്നി. അപ്പോൾ ചില നേരത്ത് കാണില്ല, ചില നേരത്ത് കാണും. അങ്ങനെയാണല്ലോ. ഇടിമിന്നൽ ഒന്ന് തെളിയും, പിന്നെ കാണാല്ലാണ്ടാവും. ഇവിടെ രുക്മിണിയോടുകൂടെ അമ്പലത്തിലേക്ക് പോകുന്ന ശക്തന്മാരായിട്ടുള്ള ഭടന്മാരെയാണ് മേഘമായിട്ട് ഉപമിച്ചത്. ആ മേഘങ്ങളുടെ ഇടയിൽ വളരെ തേജസ്സോടുകൂടി നിൽക്കുന്ന ഇടിമിന്നലായിട്ട് രുക്മിണി ദേവിയെയും വർണ്ണിച്ചു. എല്ലാവരുടെയും കൂടെ നടന്നു പോകുന്ന രുക്മിണി, ആ രുക്മിണി ഇടയ്ക്ക് കാണാനില്ലാതെയാവും, ഇടയ്ക്ക് എല്ലാ ജനങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിൽ പെടുകയും ചെയ്യും. ഇത് ഒരു ഇടിമിന്നലിൻ്റെ സ്വഭാവം തന്നെയാണ്. അത് വളരെ ഭംഗിയായിട്ട് കവി രുക്മിണിയെ വർണ്ണിക്കുന്നതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഉപമാലങ്കാരം, നല്ല ചേർച്ചയുള്ള ഉപമാലങ്കാരം. നേരത്തെ പറഞ്ഞു ഒരു ചേർച്ചയില്ലാത്ത അലങ്കാരങ്ങൾ, ഉപമാലങ്കാരം വന്നപ്പോൾ അവിടെ ഹീനോപമ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടെ
വളരെ ചർച്ചയുള്ളതായ ഉത്തമമായിട്ടുള്ളൊരു ഉപമാലങ്കാരമാണ്. ഇങ്ങനെയൊക്കെ തന്നെ വേണം വർണ്ണിക്കാൻ എന്നുള്ളത് അങ്ങനെ തോന്നിപ്പോകുന്ന ചില ശ്ലോകങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭഗവാന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് പറയണത്. 100-ാമത്തെ ശ്ലോകം നോക്കൂ. നരേന്ദ്രകന്യാഹരണാവകാശം പ്രതീക്ഷമാണ സ്വയമേവ കൃഷ്ണ തദ്ദർശന ഉത്സുക്യരസാഹൃദാനാം തസ്ഥൗ ജനാനാമതിഗൂഢമന്ത. ആദ്യം പദച്ഛേദം പറയാം. നരേന്ദ്രകന്യാഹരണാവകാശം പ്രതീക്ഷമാണ സ്വയം ഏവ കൃഷ്ണ തദ്ദർശന ഉത്സുക്യരസാഹൃദാനാം തസ്ഥൗ ജനാനാം അതിഗൂഢം അന്ത. വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം. ശ്രീകൃഷ്ണൻ്റെ ആ ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൃഷ്ണനാകട്ടെ ഇങ്ങനെ രുക്മിണി ദേവി അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനും ഇതൊക്കെ കാണുന്നുണ്ട് കുറച്ച് ദൂരത്ത് നിന്ന്. അതാണ് ഇവിടെ പറയണത്. കൃഷ്ണ സ്വയമേവ, തന്നെത്താനെ അവരവരെ തന്നെ ഒന്ന് സജ്ജമാക്കുകയാണ്. എന്തിനാണ് സജ്ജമാക്കുന്നത്? നരേന്ദ്രകന്യാഹരണാവകാശം പ്രതീക്ഷമാണ്. നരേന്ദ്രൻ്റെ, ഭീഷ്മക മഹാരാജാവിൻ്റെ കന്യകയെ അപഹരിക്കുന്നതിനുള്ള അവകാശം എന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ അവകാശമല്ല, അതിന് പറ്റിയ സമയം, അതിന് പറ്റിയ തക്കം എന്നൊക്കെ നമ്മൾ പറയാം. തക്കം പാർത്തിരിക്കുക, തക്കം നോക്കി നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നരേന്ദ്രകന്യാവകാശം പ്രതീക്ഷമാണ്. അവസരം എന്നൊക്കെ അർത്ഥം. എപ്പോഴാണ് അതിന് പറ്റിയ സമയം, ഏത് സമയത്താണ് തട്ടിക്കൊണ്ടു പോവേണ്ടത് എന്നുള്ളതും ആലോചിച്ചുകൊണ്ട് നരേന്ദ്രകന്യാഹരണാവകാശം പ്രതീക്ഷമാണ്. അങ്ങനെ അത് ആ ഒരു സമയം നോക്കണത് അല്ലെങ്കിൽ അവസരം നോക്കണത് എവിടെ നിന്നുകൊണ്ടാണെന്ന് കവി പറയാണ്. തദ്ദർശന ഉത്സുക്യരസാഹൃദാനാം ജനാനാം അന്തഃഗൂഢം തസ്ഥൗ. ആ രുക്മിണി ദേവി അങ്ങനെ പോകുമ്പോൾ രുക്മിണിയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കൂലോ. അവിടെ വിവാഹത്തിനായിട്ട് വന്നവരെ, സ്വയംവരത്തിനായിട്ട് വന്നവരുണ്ടാവാം, വെറുതെ വന്നവരുണ്ടാവാം, അവരുടെ കൂട്ടത്തിൽ വന്നവരുണ്ടാവാം. ദേവിയൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് വല്ലപ്പോഴും അല്ലേ. രാജകുമാരിയൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണല്ലോ, വലിയൊരു ഭാഗ്യമായിട്ടാണല്ലോ അന്നത്തെ കാലത്ത് കണക്കാക്കുക. ഇന്നും നമ്മൾ അങ്ങനെയൊക്കെ പലരെയും നോക്കി നിൽക്കാറുണ്ട്. രാജ്യത്തിലെ നായകന്മാരെ, നേതാക്കളെ, അതുപോലെ തന്നെ സുന്ദരികളായിട്ടുള്ള നടീനടന്മാരെ, സുന്ദരന്മാരായിട്ടൊക്കെയുള്ള നടീനടന്മാരെയൊക്കെ അവരൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെയുള്ളതായ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം അല്ലെങ്കിൽ തിക്കിയും തിരക്കിയും ഉള്ളതായിട്ടുള്ള കാണാനുള്ള ആൾക്കാർ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതുവരെ കാണാൻ പറ്റാത്തവരെ, രുക്മിണിയെ കാണാത്തവരൊക്കെ ഉണ്ട്. രാജകുമാരി അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് തിക്കിയും തിരക്കിയും ആൾക്കാർ അവിടെ വന്ന് നോക്കി നിൽക്കുമ്പോൾ അതന്നെ മുതലെടുത്തു ശ്രീകൃഷ്ണൻ. അതാണ് തദ്ദർശന ഔത്സുക്യം. രാജകുമാരിയെ കാണാനുള്ള ഔത്സുക്യവുമായിട്ട് അവിടെ അതിൻ്റെ രസത്തിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാർ. അതാണ് തദ്ദർശന ഉത്സുക്യ രസാഹൃദാനം. ആ രസത്തിൽപ്പെട്ട് നിൽക്കുന്ന ജനാനാം അന്ത. അങ്ങനെ ജനങ്ങൾ മുഴുവനും രുക്മിണീ ദേവിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ അന്ത, അവരിൽ ഒരാളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുകയാണെന്നുള്ളൊരു മട്ടിൽ, പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് കുറേ രാജാക്കന്മാരുണ്ടാവുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള മട്ടിൽ പ്രത്യേകിച്ച് വേഷവിധാനങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അവരെ പോലെ തന്നെ ഒരാളാവണമെങ്കിൽ ഒരു പ്രൗഢിയോട് കൂടിയിട്ടുള്ള വേഷമോ ആഭരണമോ ഒന്നും ഇടാൻ പാടില്ലല്ലോ. കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട് ഗൂഢം തസ്ഥവോ, അതൊരു രഹസ്യമായിട്ടുള്ള നിൽപ്പായിരുന്നു. നമ്മളെപ്പോഴും പറയും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന്. ആൾക്കൂട്ടത്തിലാണ് ഒറ്റയ്ക്കാവാൻ എളുപ്പം. വെറുതെ ആരുമില്ലാത്ത ദിക്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ അതിൽ കൂടെ ആരെങ്കിലും പോയാൽ അവരെ കാണും. ഇത് വലിയൊരു ജനത്തിൻ്റെ ഇടയിൽ ഒരാൾ ഒറ്റയ്ക്ക് പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പലപ്പോഴും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെയാണല്ലോ കള്ളന്മാരുടെയൊക്കെ നിൽപ്പ്. അവർ രാത്രിയൊക്കെ ആണെങ്കിലാണ് ഒറ്റയ്ക്ക് നടക്കുക, അല്ലെങ്കിൽ സാധാരണ കള്ളന്മാർ തിരക്കിൻ്റെ ഇടയിലുണ്ടാവുക. അവർ ആ സമയത്താണ് പലതും മോഷണം നടത്തുക. ഇതും ഒരു ലോകത്തിൻ്റെ മനസ്സിനെ മുഴുവനും കട്ട കള്ളനാണ് ഈ നിൽക്കുന്നത്. ആ ഭഗവാന് എന്തിനെങ്കിലും പ്രയാസമുണ്ടോ? എന്നാലും ഒരു മനുഷ്യരൂപം എടുക്കുമ്പോൾ അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ട് രുക്മിണിയെ കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ അടുത്തതായിട്ട് ചെയ്യണ്ടേ എന്നുള്ള പദ്ധതികളും ഇട്ടുകൊണ്ട് അങ്ങനെ നോക്കി നിന്നു. അതൊരു ഗൂഢമായിട്ടുള്ള നിൽപ്പായിരുന്നു. അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുവർണകാന്തി സുഭടായുധാനാം സാ തത്ര തേജഃ പടലാന്തരസ്ഥ പ്രകാശമാനാ നവമേഘമധ്യേ
തടില്ലദേവാധികമാബഭാസേ നരേന്ദ്രകന്യാഹരണാവകാശം പ്രതീക്ഷമാണ സ്വയമേവ കൃഷ്ണ തദ്ദർശന ഉത്സുക്യരസാഹൃദാനാം തസ്ഥൗ ജനാനാമതിഗൂഢമന്ത. രുക്മിണി എല്ലാവരും കാണുക തന്നെയാണ് അമ്പലത്തിലേക്ക് പോണതും അതുപോലെ തന്നെ തിരിച്ചു വരണതും സ്വയംവര മണ്ഡപത്തിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നതൊക്കെ. പക്ഷേ അപഹരിക്കാൻ വരുന്ന ആൾ കള്ളനായതുകൊണ്ട് അത്ര വേഗത്തിൽ അത്ര എല്ലാവരുടെയും മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് മുമ്പിലേക്ക് വരാനും പറ്റില്ല. അപ്പോൾ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല തിരസ്കരണി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ അവരുടെ ഇടയിൽ അങ്ങനെ നിന്നത്. എല്ലാവരും തിക്കും തിരക്കും ഇട്ട് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഞാനും. അപ്പോൾ ഒരു വ്യത്യാസം ആർക്കും തോന്നില്ലല്ലോ, കൂട്ടത്തിൽ വന്ന ഏതോ ഒരാൾ എന്നല്ലേ തോന്നുള്ളൂ. ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അപഹരിക്കാനുള്ള പദ്ധതികളുമായിട്ട് നിന്നു എന്നാണ് പറയണത്. നല്ല സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.